അത് ശരി. ഹൗസ് ബോട്ടൊന്നുമില്ല ഇവിടെ. ഇപ്പൊ ടൂറിസം ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എത്ര കാലായി? 2 കൊല്ലമായ ശേഷം അവര് ആദ്യം എന്താണ് കൊണ്ടുപോയിരുന്നു. പിന്നെ ഹൗസിംഗ് ബോട്ടൊക്കെ അടുത്ത് വന്നത്. അത് ശരി, കുറച്ചായിട്ടേ ഉള്ളൂ അല്ലേ? പിന്നെ അപ്പുറത്തൊരു ഇതേപോലെ തന്നെ അല്ലേ? ശേഷമാണ് ഇവിടെ ആദ്യം വന്നത്. ശേഷമാണ് അക്കരയാ? അപ്പരയല്ല, ഈ സൈഡിൽ വരുന്ന നമ്മളെ മുജുകുന്ന് വരുന്ന വഴിയുള്ള അല്ലേ? ആ 2 കടവുകള്. അത് മറ്റേ നമ്മളെ എഡിസൺ തുരുത്തി, പിന്നെ സിനിമയൊക്കെ എടുത്ത തീവണ്ടി സിനിമയൊക്കെ എടുത്ത. അത് ശരി. അതിന്റെ ഉള്ളിലോ തുരുത്തിലോ? ഹൗസ് ബോട്ട് കൂടി പോയിട്ട് അവിടെ. അത് ശരി. അവരെ ബോട്ടിലാ, നമ്മളെ ബോട്ടിലാ, ഇവിടുത്തെ ബോട്ടിലേക്കാണ് അവിടെ. പിന്നെ അവിടെ എത്തുന്നവരെ ഉണ്ടാവും രാത്രി. അത് ശരി. അവിടെ പാർട്ടിക്കും അതിനെല്ലാം ബുക്ക് ചെയ്തും. പിന്നെ ബുക്കിംഗ് അല്ലേ? ബുക്കിംഗ് മാത്രമല്ല, നമുക്ക് പോയിട്ട് ഇവിടുന്ന് 50 രൂപ കൊടുത്താൽ അവിടെ ബോട്ട് ഇറക്കി തരും. പിന്നെ തിരിച്ചിങ്ങോട്ടും. അവിടെ പ്രവേശിക്കണമെങ്കിൽ 100 രൂപ അവിടുത്തെ ഫീസ് കൊടുക്കണം ആദ്യം. അത് പിന്നെ നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോൾ തിരിച്ചു വരും. അത് ശരി. വേറെ ഒന്നുമില്ല, അതൊരു കാറ്റ് കിട്ടും. പിന്നെ ആളുകൾ ഏകദേശം എപ്പോഴാ വരുന്നത്? ഇപ്പൊ അങ്ങനെ ആള് നോമ്പായോണ്ട് പിന്നെ ആള് കുറവായിരിക്കും അല്ലേ? അല്ലേ മറ്റേ KSRTC വലിയ ബസ്സൊക്കെ വിളിച്ചു വരുന്നതാണാലോ. ഇതിന്റെ അപ്പുറം കൊണ്ടുപോയി നിർത്തിയിടുന്നതാണാലോ അല്ലേ? അപ്പുറം അപ്പുറം ആ തെങ്ങിന്റെ ആ ഭാഗത്തല്ലേ? അതിലങ്ങോട്ട് വലിയ ബസ്സൊന്നും പോകില്ല. അത് ശരി. കോഴിക്കോട് നിന്നൊക്കെ വരും. കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഇപ്പൊ മുജുകുന്ന് കേറിയിട്ട് അല്ലേ അല്ലേ അതും പോവും. പിന്നെ തിക്കോടി നന്ദി പള്ളിക്കര റോഡില് മറ്റേ പുറക്കാട് കൂടി അതിലെ നേരെ അങ്ങോട്ടും പോവാം, അങ്ങോട്ടും പോവാം. അത് ശരി. ഇത് പയ്യൂര് അങ്ങാടിയൊക്കെ അത് മറ്റേ പാലം ജംഗ്ഷൻ എന്ന് പറഞ്ഞ അല്ലേ? ആ അപ്പൊ പേരാമ്പ്രന്നൊക്കെ വരുന്ന പോലാണെങ്കിൽ ഇതാണ് ഇപ്പോ അല്ലേ? വലിയ ബസ്സാണെങ്കിൽ അവിടെ നിർത്തിയിടും. ഇങ്ങോട്ട് ബ്ലോക്ക് ആയി പോകൂലേ? ഞായറാഴ്ച ഒക്കെ എങ്ങനെ ഉണ്ട്? ആൾക്കാരുണ്ടോ? നല്ല തിരക്കാല്ലേ? അല്ലാത്ത സാധാ വൈകുന്നേരം ആവേണ്ടി വരൂല്ലേ? രാത്രി വൈകുന്നേരം രാവിലെ 8 മണിക്ക് തുടങ്ങൂലേ? അത് ശരി. ബോട്ട് ബുക്ക് ചെയ്താല് ഫാമിലിയായിട്ട് പറഞ്ഞാല് ഒരു 3 മണിക്കൂർ എടുക്കുന്നവരുണ്ട്, 4 മണിക്കൂർ എടുക്കുന്നവരുണ്ട്. ഇവിടെ നമ്മളിവിടെ ആളെ കാണില്ല. സാഹചര്യത്തിൽ വണ്ടിയിൽ വന്ന് അതിൽ കയറി പോയാൽ പിന്നെ 6 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടാണ് ഫുള്ള് ഒരു മറ്റേ സെറ്റ് ആയിട്ട് 10-15 ആള് ബുക്ക് ചെയ്തിട്ടില്ലേ? 5 ആള്, 20 ആള്, 30 ആള്, 50 ആള് അങ്ങനെ ബുക്ക് ചെയ്തിട്ടില്ലേ? ഓരോ ബോട്ടിന് ഓരോരുത്തർ ആളുന്നുണ്ടോ. മറ്റേ ഹൗസിംഗ് ബോട്ടിൽ 100 ആളുകളുണ്ട്. അതിൽ 100 ആള് പോകൂല്ലേ? നിങ്ങളെ പേരെന്തായാലും? എന്റെ പേര് നാരായണൻ. ഇവിടെ ഇപ്പൊ എത്ര? 3 കൊല്ലം? 3 കൊല്ലം. വീട് ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ? എവിടെ പുറക്കാടാ? ആള് കുറേ ഇരിക്കും. അതൊക്കെ കഴിഞ്ഞിനി സെറ്റ് ആവേണ്ടി വരും അല്ലേ? പാർക്കിംഗ് ആ ഒരു തെങ്ങുന്തോപ്പ് പോലുള്ള അവിടെയല്ലേ വെക്കല്? ശരി. ഹൗസ് ബോട്ടിൽ 50 ആളൊക്കെ കയറും അല്ലേ? ശരി. ഓ
എന്തായാലും കിട്ടിയില്ല. അത് അരമണിക്കൂറുണ്ടാവും. ഇനിയിപ്പോ സ്കൂളൊക്കെ പൂട്ടിയാ പിന്നെ എല്ലാ ദിവസവും പെരുന്നാൾ കഴിഞ്ഞ് രാവിലെ 6 മണിക്കെല്ലാം മുഴുവൻ വരുന്നതാണ്. പല ദൂരം നിന്നും വരുന്നതാണ്. വയനാട്ടിൽ നിന്ന് ആളും വണ്ടിയിലും വരുന്നത്. പിന്നെ തിക്കോടി ബീച്ചും ഉള്ളതുകൊണ്ട് ഡ്രൈവ് അപ്പോൾ ഒരുമിച്ച് ഒരു യാത്ര പോലെ ആക്കാലോ. മിനി ഗോവ, വടകര, ഇരിങ്ങലാണ്. സർഗാലയാക്ക. അപ്പൊ മൊത്തത്തിൽ കുറവായിരിക്കില്ലേ കച്ചവടം? അത് ശരി. എന്നാ പിന്നെ ശരി കേട്ടോ. ഓക്കെ, കാണാം. ഓക്കെ, ഓ ആയിക്കോട്ടെ.